ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഈ യൂണിക്കോൺ ഡയറിയിൽ എന്തൊക്കെയാണ് പക്ഷേ ഇപ്പോഴത്തെ ഇതിൻ്റെ വേറൊരു ഓൾഡ് ഡയറിയാണ്. ഇപ്പോൾ എനിക്കുള്ളൊരു വേറെ ഡയറി ഞാൻ കാണിച്ചാൽ ബ്ലാക്കാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ജേർണൽ ഐഡിയാസ് കാണിച്ചു തരാം. ഫസ്റ്റത്തെ ഐഡിയ ഞാൻ വെറുതെ ആക്കിയതുണ്ട്. ഇത് ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് ഇങ്ങനെ വെറുതെ ഒട്ടിച്ചാണ്. പിന്നെ ഞാൻ ചെയ്തത് ഇങ്ങനത്തെ സ്ക്വയർ ഞാൻ ലൈൻസ് ഉള്ളൊരു ബുക്ക് പേജാണ്. എനിക്ക് പേജെല്ലാം ഇഷ്ടമുണ്ടോ. പിന്നെ ഇതിൽ വരുന്നത് ഇത് ഞാൻ വെറുതെ ഹോം സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ നോക്കിയാണ് കേട്ടോ. ഇങ്ങനെയല്ല ശരിക്കും ഉണ്ടാക്കിയത്. പിന്നെ വേറെ മഴ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇങ്ങനെ സൈൻ അങ്ങനത്തെ ഒക്കെ മതി. അതുപോലെ സൈനാണ് കേട്ടോ. പിന്നെ ഇതേമാതിരി ഞാൻ സ്റ്റിക്കർ ഇങ്ങനെ വരച്ചിക്കൊണ്ട് വേണമെങ്കിൽ ഒട്ടിക്കുക. അതിൻ്റെ ഫ്രണ്ട് വരച്ചത് ഇതാണ് കേട്ടോ. ഇതും കുറച്ച് സ്റ്റിക്കേഴ്സാണ്. കൂടുതൽ നമുക്ക് ഞാൻ ജനറൽ ചെയ്യുമ്പോൾ സ്റ്റിക്കേഴ്സാണ് വേണ്ടത്. പിന്നെ നമ്മൾ സ്റ്റിക്കേഴ്സ് ചെയ്യുമ്പോൾ ഒരു ഷീറ്റ് ഉണ്ടാവില്ല, ആ ഷീറ്റ് ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇതൊക്കെ ഞാൻ വീട്ടിലുണ്ടാക്കിയ സ്റ്റിക്കേഴ്സാണ് കേട്ടോ. ഹോം മെയ്ഡ് സ്റ്റിക്കേഴ്സാണ്. ഇതൊക്കെ തവ സ്റ്റിക്കേഴ്സിൻ്റെ മാതിരിയാണ്. ഇതും അതൊന്നുമല്ല, അത് ഞാനൊരു മിക്സാക്കി ഒട്ടിച്ചാണ് കേട്ടോ. ഈ വലിയ ഷീറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, നല്ല കടയിലുണ്ടാവും. ഇതാണ്. അപ്പോൾ ഈ ഷീറ്റിൻ്റെ നമ്മൾ ആ ഷീറ്റ് എടുക്കുമ്പോൾ ഞാൻ സ്റ്റിക്കർ മാതിരി സാധനം ഉണ്ട്, ടാപ്പ് കൊണ്ട് ഞാൻ ഒട്ടിച്ചത്. അതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ആ ടാപ്പ് കൊണ്ട് ഞാൻ ചെയ്തതാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ ഓരോ ഷേപ്സ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ എഴുതിയതാണ്. പിന്നെ ഇത് ഞാൻ വെറുതെ എൻ്റെ ഫ്രണ്ട് കുറേ സ്റ്റിക്കേഴ്സ് തന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ കേഴ്സീവിലാണ് എഴുതില്ല. അപ്പോൾ ഞാൻ വെറുതെ സ്റ്റാർ വേൾഡ് ഫോർ എവർ എനിക്ക്. ഇതും ഞാൻ പറഞ്ഞ മറ്റുള്ള ഐഡിയാസാണ്. ആ സ്റ്റിക്കറിൻ്റെ ഇതായി കണ്ടുള്ള. പിന്നെ നമുക്ക് സ്കെച്ച് കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ട് സെൻറ്ററിലാണ് സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ എഴുതാം. പിന്നെ ഇത് ഞാൻ ഒരു സ്റ്റോറി എഴുതിയതാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല അത്ര. പിന്നെ കുറച്ച് ഞാൻ സ്റ്റിക്കേഴ്സ് മാതിരി ഉണ്ടാക്കിയതാണ്. ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ടാപ്പാണ്. ഇതും ഞാൻ വരച്ചതാണ്. ഇങ്ങനത്തെ പേജസ് വരുന്നത്. ഇനിയും പേജസ് ഇങ്ങനത്തെ കാണിച്ചുതരാം. ഇത് ഇങ്ങനത്തെ ഇതിൽ ഞാൻ മൈ ലൈഫ് സ്റ്റൈൽ എന്നുള്ള മൈ ഹെഡിങ് മൈ ലൈഫ് സ്റ്റൈൽ എന്നൊരു ഇങ്ങനത്തെ സ്റ്റിക്കർ ഇങ്ങോട്ട് ഞാൻ എഴുതിയതാണ്. ഈ പേജ് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഈ പേജസ് ഇങ്ങനത്തെ പേജാണ്. പിന്നെ ഒരു പർപ്പിൾ തീമായി കണ്ടുള്ള പേജുണ്ട്. പിങ്കിൽ ഞാൻ ആകെ ഒന്ന് എഴുതിയിട്ടുള്ളൂ. പർപ്പിളും എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇതാണ് പർപ്പിൾ. പിന്നെ ഇത് ഗ്രീൻ കണ്ട് ഇവിടെ നമ്മൾ ഗോൾസ് ഏതാണ് ടു ഡു ട്രാക്കർ അങ്ങനത്തൊക്കെ ചെയ്യാനുള്ളതാണ്. പിന്നെ ഇതും എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇവിടെ ഒരു ഫോട്ടോ, ചില ആൾക്കാർ ഫോട്ടോ ഒട്ടിച്ച് കണ്ട് ഇങ്ങനെ എഴുതാം, അങ്ങനെയൊക്കെ ചെയ്യാം. നമ്മളെ ഫോട്ടോ ഒക്കെ ഒട്ടിക്കാം. ഇതും നല്ല രസമുള്ള ഇതാണ്. കുറേ പേജ് നിന്നുണ്ട്. ഇതും സെയിം. പിന്നെ ഇവിടെ ഉണ്ട് സ്വീറ്റ് കേക്ക് എന്നൊക്കെ പറഞ്ഞു കണ്ടുള്ള റെസിപ്പീസ് ചെയ്താലാണ്. ഇത് നമ്മളെ നമുക്കിങ്ങനെ ഇഷ്ടമുള്ള ടൈം ടേബിൾ, മൺഡേ ടൈം ടേബിൾ, ഫ്രൈഡേ നോട്ട്സ് അങ്ങനെയൊക്കെ എഴുതാൻ പറ്റുന്നത്. നോട്ട്സ് ചെയ്താലുള്ളൊരു പേജാണ്. ഇതും പർപ്പിളിൻ്റെ തീരുമാനമായിട്ടുള്ളത് ഇതാണ്. പിന്നെ ഇതാണുള്ളത്. എനിക്ക് പേജ് നല്ല ഇഷ്ടമാണ്. പിന്നെ ലാസ്റ്റ് പേജിൽ ഞാൻ എന്തോ ചെയ്തു, ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, തന്നെ ലാസ്റ്റ് പേജ്. ഇതും ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയും ചെയ്തതാണ് കേട്ടോ. ഇത് ഞാൻ ചെയ്തത്. പിന്നെ അതിൻ്റെ ഫ്രണ്ട് ആലിയ, പിന്നെ ഹെസ അവർ ചെയ്തതാണ്. ഇനി അടുത്ത ഡെയിലിത്ത് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഡെയിലി. എനിക്ക് ബ്ലാക്ക് കളറിൽ ഉള്ള ഡെയിലി നല്ല ഇഷ്ടം. പിന്നെ ഇത് ഞാൻ മലേഷ്യയിൽ നിന്ന് വാങ്ങിച്ചൊരു കീ ചെയിൻസ്. അവിടെ കൂടുതലുള്ള കീ ചെയിൻസും സ്റ്റിക്കേഴ്സും അങ്ങനത്തെ കുറേ സാധനം, പൗച്ചും ബുക്കൊക്കെ ഉണ്ട്. അപ്പം ഞാൻ തുറക്കണം. അവിടെ ഞാൻ മാഗ്നറ്റാണ്. അപ്പോൾ അവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവും, ഡോണറ്റിൻ്റെ. ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ളത്, ഉള്ളിൽ വൈറ്റ്. ഞാൻ ഫസ്റ്റ് പേജിൽ മൈ ജേർണൽസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ളതൊക്കെയാണ് എഴുതിക്കുന്നത്. പിന്നെ പ്ലേസ് ഐ വാണ്ട് ടു ഗോ ആണ്. പിന്നെ ഇത് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ഇവിടെ കുറച്ച് ജേർണൽസ് എഴുതാനുള്ളതാണ്, ഇങ്ങനെയുള്ളതാണ്. പിന്നെ ഇതിലൊന്നുമില്ല, ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ചെയ്യാൻ. ഇത്രയാണ് എൻ്റെ ഒരു ഡെയിലീൻ്റെ ഇതിലുള്ളത്. ഇപ്പോൾ ഡെയിലി ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ വേണ്ടി സ്കെച്ച്, ഹൈലൈറ്റേഴ്സ് അങ്ങനത്തെ കുറേ സാധനങ്ങളാണ്. ഇങ്ങനത്തെ ഹൈലൈറ്റേഴ്സൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെ നല്ലതാണ്.
സ്കെച്ചാണ് വേണ്ടത്. പിന്നെ ഇങ്ങനത്തെ പെന്ന് അങ്ങനത്തെ കുറേ സാധനങ്ങളാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ബൈ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ.